4 വർഷമായിട്ട് ആഗ്രഹിക്കുന്ന സ്വപ്നമാണ്. ഒരുപാട് യൗവന മനസ്സുകളെ കീഴടക്കിയ ഒരു ഓഫ് റോഡ് വണ്ടിയാണ് ഹിമാലയൻ. വണ്ടി ഇവിടെ ഇരിപ്പുണ്ട്. ഉല്ലാസതീരം ഒരു ഉല്ലാസം തന്നെയാണ്. സെയിൻറ്റ് കിറ്റ്സ് പഠിച്ചവർക്കും സെയിൻറ്റ് കിറ്റ്സ് ഉള്ളവർക്കൊക്കെ അറിയാം ഉല്ലാസതീരം എന്താണെന്നുള്ളത്. പല പിള്ളേർക്കും പല ഡെഫിനിഷനാണ് ഉല്ലാസതീരത്തിനുള്ളത്. ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അതാണ്ട് നിഹാലിനെ കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും. നമ്മുടെ ഒരു കുഴിമന്തിയുടെ തിരുവല്ലയിലെ ഒരു കുഴിമന്തിയുടെ കടയുടെ വ്ളോഗിനകത്തല്ലേ നിഹാല് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. ആദ്യം അവസാനമായിട്ട് വന്ന ആ വ്ളോഗിലായിരുന്നു. അപ്പം വീണ്ടും നമ്മളിപ്പോൾ പാലയിലൂടെയാണ് പോകുന്നത്. പാല കിടിലൻ റോഡൊക്കെയാണ് പാലയില്. അപ്പൊ എവിടേക്കാ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നിഹാലിന്റെ ഒരു സ്വപ്നം സഫലമാക്കാൻ പോകാം അല്ലേ? എത്ര നാളായിട്ട് തുടങ്ങിയ സ്വപ്നം? 4 വർഷമായിട്ട് ആഗ്രഹിക്കുന്ന സ്വപ്നമാണ്. അന്നേരം പിന്നെ ഇപ്പൊ ലോക്ക്ഡൌൺ ഒക്കെ ആയതുകൊണ്ട് കുറെ താമസം. 6 മാസം വെയിറ്റ് ചെയ്ത് അവസാനം ഫൈനലി ഇന്ന് കിട്ടാനായിട്ട് പോവാണ്. അപ്പം പറയുന്ന നമ്മൾ തമ്മിലിൽ കണ്ടതുപോലെ തന്നെ ഒരു ഹിമാലയൻ ആണ്. അപ്പം ഒരുപാട് യൗവന മനസ്സുകളെ കീഴടക്കിയ ഒരു ഓഫ് റോഡ് വണ്ടിയാണ് ഹിമാലയൻ. അപ്പൊ ഇനിയും നിഹാലിന്റെ കളികൾ ഓഫ് റോഡിനകത്തേക്ക് ഇറക്കുവാണ്. ഇത്ര നാളും സെഡാൻ്റെ അകത്തും കാര്യങ്ങളിലൊക്കെ ആയിരുന്നു. കിടിലം വഴി. അപ്പൊ നമ്മൾ ഇനി നേരെ റോയൽ എൻഫീൽഡ്, ഏതാ മുത്തോലി അല്ലേ? മുത്തോലി റോയൽ എൻഫീൽഡിലേക്കാണ് പോകുന്നത്. ഹിമാലയന്റെ ഡെലിവറിയാണ് നിങ്ങൾ കാണാനായിട്ട് പോകുന്നത്. റോയൽ എൻഫീൽഡിന്റെ ഷോറൂമിലേക്കാണ് നമ്മൾ എത്തുകയാണ്. റോയൽ എൻഫീൽഡ് മുത്തോലി അല്ലേ? അതെ, മുത്തോലി. അപ്പം നമുക്ക് താമസിക്കാതെ പോകാം. കാര്യം കോവിഡും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടല്ലോ. അങ്ങനെ നമ്മൾ ഇവിടെ വന്നു. പേപ്പർ വർക്കുകളും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി നിഹാലിന്റെ സ്വപ്നം സഫലീകരിക്കാനുള്ള സമയമാണ്. അതായത് ശേഷം പുള്ളി ഒരുപാട് ആഗ്രഹിച്ചായിരുന്നു. അങ്ങനെ നിഹാലിന്റെ വണ്ടി ഇവിടെ ഇരിപ്പുണ്ട്. നമ്മൾ നേരത്തെ ഇതിൻ്റെ എല്ലാം വീഡിയോ ചെയ്തിട്ടുള്ളതാണ് ഹിമാലയൻ്റെ. അപ്പം അവൻ ഒരുപാട് നാൾ വെയിറ്റ് ചെയ്തിട്ടാണ് ഹിമാലയൻ ഇപ്പോൾ അവന് കിട്ടുന്നത്. കൂടുതലായിട്ട് നമ്മുടെ ഹിമാലയൻ്റെ ആ വീഡിയോ കാണാത്തവർ സൈഡിൽ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഡെലിവറിയും പരിപാടിയൊക്കെ കഴിഞ്ഞു. ഒരു മച്ചാനുണ്ട്, പേരെങ്ങനെ? ജോയല് നിഹാലിൻ്റെ ഫ്രണ്ടാണ്. പിന്നെ ഹരിയെ എല്ലാവർക്കും അറിയാമല്ലോ, ഹരി ഉണ്ട്. അപ്പോൾ ഞങ്ങൾ 4 പേരോടാണ് വന്നത്. പിന്നെ നിഹാലാണെങ്കിൽ വണ്ടി എടുത്തുകൊണ്ട് വരും. അപ്പോൾ പോകുന്ന വഴി നമുക്ക് കൂടുതൽ പറയാം. പിന്നെ എങ്ങനെ ഉണ്ടായിരുന്ന ഡെലിവറി കാര്യങ്ങളെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ അത്ര സാറ്റിസ്ഫൈഡ് അല്ല, അത് പറയാം കേട്ടോ. അപ്പോൾ നേരെ ഇനി യാത്രയിലേക്ക്. അങ്ങനെ നമ്മൾ പാലായിൽ നിന്ന് നേരെ ഇങ്ങ് ഉല്ലാസതീരത്തോട്ട് വന്നു. ഉല്ലാസതീരം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോട്ടയത്തെ നമ്മുടെ പിള്ളേർക്കെല്ലാം അറിയാം. ഞങ്ങളുടെ ഒരു മെയിൻ സ്ഥലമായിരുന്നു. ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞ് വന്നതാണ്. അധികം ആൾക്കാരൊന്നും ഇല്ല. അപ്പോൾ കോവിഡ് ആയിട്ടുള്ള സമയത്ത് ഒരുപാട് പേരില്ലാത്ത സ്ഥലത്തേക്ക് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ വന്നു. നിഹാൽ എങ്ങനെ ഉണ്ടായിരുന്നടാ വണ്ടി ഓടിച്ചിട്ട്? 10-20 കിലോമീറ്റർ ഓടിച്ചില്ല? 10-25 കിലോമീറ്റർ ഉണ്ട്. 25 കിലോമീറ്റർ ഉണ്ട്, അത്ര ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നല്ല കിടിലൻ കാറ്റുണ്ട്. ഉല്ലാസതീരം ഒരു ഉല്ലാസം തന്നെയാണ്. സെയിൻറ്റ് കിറ്റ്സ് പഠിച്ചവർക്കും സെയിൻറ്റ് കിറ്റ്സ് ഉള്ളവർക്കൊക്കെ അറിയാം ഉല്ലാസതീരം എന്താണെന്നുള്ളത്. പല പിള്ളേർക്കും പല ഡെഫിനിഷനാണ് ഉല്ലാസതീരത്തിനുള്ളത്. ചിലർക്കേ മനസ്സിലാകത്തുള്ളൂ. അത് കൊള്ളുന്നവർക്കേ ഉള്ളൂ. അതായത് കപ്പിൾസിനായിട്ടുള്ളവർക്ക് അതൊരിത്, പിന്നെ അല്ലാതെ ആമ്പിള്ളേർ മാത്രം അത് വേറെ. അങ്ങനെ ഓരോരുത്തർക്ക് ഓരോ ഡെഫിനിഷൻ ഉണ്ട് ഉല്ലാസതീരത്തിന്. എന്താണെന്നുണ്ടെങ്കിലും ഉല്ലസിക്കാനുള്ള തീരമാണ് ഉല്ലാസതീരം.
അത്രേ ഉള്ളൂ. അപ്പോൾ വേണ്ട വണ്ടി നല്ല മൂഡ് ഇതേ ഫ്രെയിം കണ്ടോ, ലെവൽ ഫ്രെയിം വണ്ടി കണ്ടെല്ലാം സെറ്റായിട്ട് വന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഉല്ലാസ് തീരം. അപ്പുറത്തോട്ട് ഇനി നിങ്ങൾ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പിള്ളേരെല്ലാം വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇനി നിങ്ങൾ കാണുന്നത് ജസ്റ്റ് ഇതിൻ്റെ കുറച്ച് വീഡിയോ, സിനിമാറ്റിക് ടൈപ്പ് വീഡിയോ ഒക്കെ ഞാൻ ചുമ്മാ ഇടാം. സിനിമാറ്റിക് ഇനി നിങ്ങൾ കാണുന്നത് കുറച്ച് നമ്മൾ ഇതിൻ്റെ വീഡിയോ എടുക്കുന്നതൊക്കെ ഇടാം. അത് കഴിഞ്ഞിട്ട് എനിക്കറിയില്ല, ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. എന്താണെന്നുണ്ടെങ്കിലും അങ്ങനെ നമ്മൾ വണ്ടിക്കകത്തിരുന്നാണെങ്കിലും കഴിച്ച് നമ്മൾ സെറ്റാവും. അപ്പം നേരെ അതിലേക്ക് പോകാം. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു. പക്ഷേ കഴിച്ചതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല. കാര്യം നമ്മൾ രഹസ്യമായിട്ടൊരു കടയിൽ കയറി കഴിച്ചതാണ്. അതുകൊണ്ട് അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല. അത് ശരിയല്ലല്ലോ എടുക്കുന്നത്. അപ്പം എല്ലാം നല്ല ദിവസമായിരുന്നു. നീ സന്തോഷമല്ലേ? സന്തോഷം. വണ്ടിയൊക്കെ കിട്ടി, ഹാപ്പിയായി. അപ്പം നമ്മൾ ഫ്രണ്ട്സ് കൂട്ടുകാർ നമ്മളോട് ഒരു ഇതൊക്കെ പറയുമ്പോൾ വ്ളോഗ് എടുക്കാതിരിക്കുന്നത് എങ്ങനെ അല്ലേ? അതും കുറേ നാളുകൾക്ക് ശേഷമാണ് കാണാനായിട്ട് സാധിച്ചത്. കുറേ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു വ്ളോഗ് എടുക്കാനായിട്ട് പറ്റിയത്. അപ്പം എനിവേ നിങ്ങൾക്ക് ഈ ചെറിയൊരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. നമ്മുടെ ആ ഒരു സന്തോഷ നിമിഷങ്ങളൊക്കെ ഒന്ന് കൈമാറിയ ഒരു വീഡിയോ ആയിരുന്നു. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഇഷ്ടപ്പെടാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. എന്നാലും ഷെയർ ചെയ്യുക, ബാക്കിയുള്ളവർക്ക് ഇഷ്ടപ്പെട്ടാലോ. അപ്പോൾ നമ്മുടെ എല്ലാവരും ഉണ്ട്. ഹരി, ജോയലുണ്ട്, നിഹാൽ, ഞാനുണ്ട്. അപ്പം എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ എൽസാഫ് ബെസോർ സൈനിങ് ഔട്ട്. ബൈ. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. Thank you.